നമസ്കാരം. PSC സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, വെവ്കോ LDC മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള 11ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് എന്ന് അറിയുക. അപ്പോൾ ഇതിനു മുമ്പ് 10 ക്ലാസ്സുകൾ നമ്മൾ വിജയകരമായിട്ട് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിലിടുകയും അതിൻ്റെ എക്സാം ടെലിഗ്രാം ചാനലിലൂടെ ഇടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. എത്രയും വേഗം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും വേഗം സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. ഇത് 10th ലെവൽ പരീക്ഷകൾക്ക് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ്, കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2025 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച് പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിങ് മെഷീൻ സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ചോദ്യം പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നിങ്ങൾക്ക് നോട്ട്സ് അടക്കം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്ക് എടുത്തിട്ടിട്ട് ഓരോ മാസത്തെയും കറണ്ട് അഫേഴ്സ്, ജനുവരി ഇട്ട് കഴിഞ്ഞു, ഫെബ്രുവരി ഇട്ട് കഴിഞ്ഞു, മാർച്ച് ഇട്ട് കഴിഞ്ഞു, എല്ലാം നിങ്ങൾ എഴുതിയിടുക. അതുപോലെ ഇപ്പോൾ ഏപ്രിലിലെ കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് ഒരു തവണ കേട്ട് അത് വൃത്തിയോടെ എഴുതിയെടുത്ത് വെക്കുക. റിവിഷന് യൂസ്ഫുള്ളായിരിക്കും. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ. 54ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജാണ്. മികച്ച നടി എന്ന് പറയുന്നത് ആരാണ്? ഉർവശിയാണ് മികച്ച നടി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: 2027 പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിൻ്റെ വേദി. ഈ ചോദ്യം ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. സ്പോർട്സ് ഗെയിംസിൻ്റെ വേദി, ഒളിമ്പിക്സിലെ സ്പോർട്സ് ഗെയിംസിൻ്റെ വേദി എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ റിയാദാണ്. 2025 കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. ഫിൻലാൻഡാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ഫിൻലാൻഡാണ് എന്ന് അറിഞ്ഞിരിക്കുക. 2025 പത്മപ്രഭ പുരസ്കാര ജേതാവാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. അപ്പോൾ പുരസ്കാരങ്ങൾ എന്ത് ചെയ്യും, ചോദിക്കും അല്ലേ? എല്ലാ പുരസ്കാരങ്ങളും അതിലെ ജേതാക്കളും നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. പാമ്പൻ പാലമാണ് ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം എന്ന് പറയുന്നത് ഏതാണ്? പാമ്പൻ പാലമാണ്. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കേരളം ഉത്തരം വരുന്ന ഫാക്റ്റുകളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ് എന്ന് അറിഞ്ഞിരിക്കുക. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ്. ഈ പുരസ്കാരമാണ് 2025 പ്രഖ്യാപിച്ചത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? സാറാ ജോസഫിനാണ് എന്നറിയുക. 2025 അന്താരാഷ്ട്ര ഭൗമദിന പ്രമേയം എന്താണ്? അന്താരാഷ്ട്ര ഭൗമദിന പ്രമേയം എന്നാണ്? അന്താരാഷ്ട്ര ഭൗമദിനം ഏപ്രിൽ 22 2025 പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ്. അവർ പ്ലാനറ്റ് എന്നുള്ളതാണ് 2025 പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ദിനങ്ങളും പ്രമേയങ്ങളും, ഇപ്പോൾ നമ്മൾ 2-3 ക്ലാസ്സുകളിലായിട്ട് ഓരോ മാസം പറയുമ്പോൾ അവിടെ കുറച്ച് ദിനങ്ങളും പ്രമേയങ്ങളും ഒക്കെ പഠിച്ചിരുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഈ ഭാഗം. അതുപോലെ പദവികൾ പറയുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യാം, പുരസ്കാരങ്ങളൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് നോട്ടാക്കി വെക്കാം. അപ്പോൾ അത് നമുക്ക് ഏറ്റവും ഷുവറായിട്ട് ചോദിക്കുന്ന ഏരിയയാണ്. സ്വന്തമായി ഉപഗ്രഹം ഉള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനം അസമാണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തമായിട്ട് ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനം അസമാണ്. 2025 കടമ്മനിട്ട പുരസ്കാരം, വീണ്ടും ഒരു പുരസ്കാരം കൂടി പഠിക്കുന്നു. ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ എത്രാമത്തെ പുരസ്കാരം ഒന്ന് ആലോചിച്ചേ. പത്മപ്രഭ പുരസ്കാരം ആർക്കായിരുന്നു? ആലങ്കോട് ലീലാകൃഷ്ണൻ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറാ ജോസഫ്. അടുത്തത് ഇപ്പോൾ എന്താ പഠിച്ചത്? 2025 കടമ്മനിട്ട പുരസ്കാരത്തിന് അർഹയായതാരാണ്? ഡോക്ടർ എം ലീലാവതിയാണ് 2025 കടമ്മനിട്ട പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത്. കേരളത്തിലെ
ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിക്കുന്നത് കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. BBC സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭാക്കറിനെയാണ്. അപ്പോൾ മനു ഭാക്കറുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയി നമ്മൾ 2025 ജനുവരിയിലെ കറണ്ട് അഫേഴ്സ് പഠിച്ചു. അപ്പോൾ ആ ക്ലാസ് കണ്ടവർക്കൊന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എന്തായിരുന്നു മനു ഭാക്കർ? 2025 നമ്മൾ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചവരെ പഠിച്ചു അല്ലേ? 2025 ജനുവരിയിലെ കറണ്ട് അഫേഴ്സിൽ നമ്മൾ പഠിച്ചു ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചവരെക്കുറിച്ച്. അതിനകത്ത് ആരുണ്ടായിരുന്നു? മനു ഭാക്കർ ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ, ഷൂട്ടിംഗ് താരം. അതുപോലെ ഡി ഗുഗേഷ് ഉണ്ടായിരുന്നു, ചെസ് ചാമ്പ്യൻ. ഖേൽ രത്ന പുരസ്കാരം കിട്ടിയവർ മനു ഭാക്കർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ തുടങ്ങിയവർക്കായിരുന്നു ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത്. നമ്മൾ 2025 ജനുവരി പഠിച്ചതാണ്. അപ്പോൾ അതൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചേ. 2025 തകഴി സാഹിത്യ പുരസ്കാരം നേടിയത് KP സുധീരയാണ്. KP സുധീര. അപ്പോൾ അടുത്ത പുരസ്കാരവും പഠിച്ചു. എന്താണ്? തകഴി സാഹിത്യ പുരസ്കാരം. അപ്പോൾ പുരസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഒന്നും കൂടെ ആഡ് ചെയ്യാം. 2025 അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചതാണ് തകഴി സാഹിത്യ പുരസ്കാരം. ആരൊക്കെയാണ് കിട്ടിയത്? KP സുധീര. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് നടപടികൾ നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി. അദ്ദേഹം അടുത്തിടയ്ക്ക് അന്തരിച്ചു. അതുകൊണ്ടാണ് ഈ ചോദ്യം കുറച്ച് പ്രശസ്തിയായത് നമ്മുടെ ആനുകാലികത്തിൽ വരുന്നത്. ജസ്റ്റിസ് V രാമസ്വാമിയാണ്. അപ്പോൾ എന്താണ് ഇംപീച്ച്മെൻറ്റ് നടപടികൾ എന്നൊക്കെ നമുക്കറിയാമല്ലേ? ആ ഒരു ജഡ്ജിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. അപ്പോൾ അതാണ് ഇംപീച്ച്മെൻറ്റ് നടപടികൾ നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി എന്ന് പറയുന്നത് ആരാണ്? ജസ്റ്റിസ് V രാമസ്വാമിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ആർക്കാണ് ലഭിച്ചത്? അതിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിനിച്ചി ഫാത്തിമയാണ്. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2024 മികച്ച ചിത്രം. മികച്ച നടൻ ടൊവിനോ തോമസ് ആണ്. ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് പറയുന്നത്. മികച്ച നടൻ ആരാണ്? ടൊവിനോ തോമസ് ആണ്. മികച്ച നടി നസ്രിയയും റിമ കല്ലിങ്കലും. 2 പേരുണ്ട്. നസ്രിയയും റിമ കല്ലിങ്കലുമാണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ, നടൻ ടൊവിനോ തോമസ്, മികച്ച നടി നസ്രിയ, റീമ കല്ലിങ്കൽ എന്നിവരാണ് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത്, ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറാണ് ബ്ലൂ കോസ്റ്റ്. ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ബ്ലൂ കോസ്റ്റ് എന്താണെന്നുള്ളത്. ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറാണ്. കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്ന് പറയുന്നത്. കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2025 ഏപ്രിലിൽ നമ്മൾ പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും? മെയ് മാസത്തിലെ കറണ്ട് അഫേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം മെയ്യിലെ കറണ്ട് അഫേഴ്സ് അതുപോലെ 2025 മുഴുവൻ കറണ്ട് അഫേഴ്സ് വസ്തുതകളും ഇതുപോലെ ലഭിക്കാനും 2026 ജോലി നേടാനും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തോളൂ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മോടൊപ്പം കൂടിക്കൊള്ളുക. അതുപോലെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തേക്കാം. അതിലും കൂടെ ജോയിൻ ചെയ്തോളൂ. താങ്ക്